ആകാശവാണി കവരത്തി. ഫെൺപൂരിഷ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഫെൺപൂരിഷയിലേക്ക് സ്വാഗതം. യോഗ എന്നത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു പ്രാചീന ആരോഗ്യ രീതിയാണ്. ഇത് ശരീരത്തെ ശക്തിപ്പെടുത്തുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ഉള്ളിൽ ശാന്തി നൽകുകയും ചെയ്യുന്നു. ദിവസവും കുറച്ച് സമയം യോഗയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് വളരെ നല്ലതാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ചെത്ലാത്ത് ആയുഷ് ഹോസ്പിറ്റലിൽ യോഗ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്തു വരുന്ന ചെത്ലാത്ത് ദ്വീപ് സ്വദേശിനി നുജുമ സുഹറ. നമസ്കാരം. ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ ഫെൺപൂരിഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. എൻ്റെ പേര് നുജുമ സുഹറ. ഞാൻ ചെത്ലാത്ത് ദ്വീപ് സ്വദേശിയാണ്. ഞാൻ അവിടെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെത്ലാത്തിൽ തന്നെ യോഗ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളവിടെ 3 സ്റ്റാഫാണുള്ളത്. ഞാനും പിന്നെ റുബിയ കോയ ഡോക്ടർ, ആയുർവേദ ഡോക്ടറാണ്, പിന്നെ മാസ്റ്ററായിട്ട് മറിയമ്പി എന്ന് പറയുന്ന കെളുത്താൻ ദ്വീപ് സ്വദേശി. ഞങ്ങൾ 3 പേരാണ് ഇപ്പോൾ ആയുഷിൽ അവിടെ പ്രസൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യകരമായ ജീവിതശൈലി ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. യോഗ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ആരോഗ്യത്തിലും മനസ്സിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ രംഗത്ത് നിരവധി ആളുകൾക്ക് സഹായമായ സേവനങ്ങളാണ് മാഡം ചെയ്യുന്നത്. ആദ്യം തന്നെ ആയുഷ് ഹോസ്പിറ്റൽ യോഗ ഇൻസ്ട്രക്ടറായി മാഡത്തിന്റെ സേവനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാമോ? ഞാൻ 2022 ചെത്ലാത്ത് ആയുഷിൽ യോഗ ഇൻസ്ട്രക്ടറായിട്ട് ജോലിക്ക് കയറിയത്. സത്യം പറഞ്ഞാൽ അന്ന് തൊട്ട് ഇന്ന് വരെയും ജനങ്ങൾക്ക് ഈ യോഗയോട് വലിയ ഒരു അറ്റാച്ച്മെൻറ്റോ താല്പര്യമോ ഒന്നുമില്ല. എന്നാൽ ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് ആൾക്കാർ. ഇപ്പോൾ ഡോക്ടർ പേഷ്യൻസിനെ എഴുതുമ്പോൾ അതിന് ആസ്പദമാക്കിയിട്ടുള്ള യോഗാസനങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് എഫക്റ്റ് ആവുന്നത് മൂലം ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് യോഗേൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. യോഗ ഇൻസ്ട്രക്ടർ എന്ന പദവിയിലെത്താൻ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? ഞാൻ 2011 TTC ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പഠിക്കണ കാലത്ത് ആലപ്പുഴയിലാണ് ഞാൻ പഠിച്ചത്, തുറവൂരിൽ. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ക്യാമ്പിൽ യോഗ ഉണ്ടായിരുന്നു. ഒരു 15 ദിവസമായിരുന്നു ഞങ്ങളുടെ ക്യാമ്പാണെങ്കിലും യോഗ എടുക്കാൻ വന്ന സാറ് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് യോഗ ചെയ്ത് കാണിച്ചു തന്നു. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് 7 മണിയാകുമ്പോഴേക്കും നമ്മളെല്ലാവരും ഹാളിൽ പ്രസൻ്റ് ആവണം. എന്താ പറയുക, എല്ലാവരും ആസനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പയർഡായി. എനിക്കത് അങ്ങനെ ചെയ്യണം, അതിൻ്റെ ബെനിഫിറ്റൊക്കെ എനിക്ക് മനസ്സിലായി. രാവിലെ എണീറ്റ് നമുക്കൊരു മുഷിപ്പ് തോന്നിയിട്ടില്ല. യോഗ ചെയ്തപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്, അന്നത്തെ ദിവസം എല്ലാം ചെയ്യാനും ഒരു ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ യോഗ എനിക്കത് വേണം എന്ന് തോന്നി. പിന്നെ അതിനുശേഷം ഞാൻ സ്കൂളിൽ ടീച്ചറായി വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഞാൻ യോഗ പഠിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു 15 ദിവസത്തെ ക്യാമ്പിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ എന്താ ചെയ്ത്, സ്കൂളിൽ വന്ന് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ക്യാമ്പിൽ അല്ലാത്ത സ്കൂളിൽ ഇപ്പോൾ NSS ക്യാമ്പൊക്കെ നടക്കുന്നില്ല, അപ്പോൾ ആ ക്യാമ്പിലൊക്കെ ഞാൻ യോഗ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പഠിക്കാണ്ട് തന്നെ ഞാൻ അന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് വന്ന് ഞാൻ പഠിച്ചത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്. 2022 ഞാൻ ആയുഷിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ശരിക്കും യോഗ കോഴ്സ് ചെയ്തത്. ഗുരുവായൂർ തൃശ്ശൂരിൽ അവിടെയാണ് ഞാൻ യോഗ കോഴ്സ് പിന്നീട് ചെയ്തത്. അവിടെ നിന്ന് ഞാൻ ഇൻ്റർനാഷണൽ അലയൻസിൻ്റെ കോഴ്സും കൂടെ 2025 അതും കൂടെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ചെത്ലാത്തല്ലാതെ വേറെ എവിടെയും ജോലി ചെയ്തിട്ടുണ്ടോ? ഇതുവരെ അല്ല. ഞാൻ ചെത്ലാത്തിൽ തന്നെയാണ് ടീച്ചറായിട്ടും വർക്ക് ചെയ്തത്, അവിടെ തന്നെയാണ്. ഇപ്പോൾ യോഗ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തതും അവിടെ മാത്രമാണ്. ആയുഷ് ഹോസ്പിറ്റലിൻ്റെ ഭാഗമായുള്ള യോഗ ചികിത്സയുടെ പ്രാധാന്യം എങ്ങനെയാണ്? ആയുഷിൽ ഇപ്പോൾ യോഗ ചികിത്സ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ മാസിയർ നമ്മളെ ഈ തിരുമ്പണ അതേപോലെ യോഗയ്ക്കും പ്രാധാന്യം വന്നിട്ടുണ്ട്. കാരണം ഇതേ ട്രീറ്റ്മെൻറ്റ് ഇവർക്കിപ്പോൾ നീ പെയിൻ വന്ന ആൾക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ ബാക്ക് പെയിൻ വന്ന ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുള്ളൂ മാസിയർ, അവർ ചെയ്യണം, മസാജ് ചെയ്യണം. അതേപോലെ തന്നെ യോഗയും അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന മാനസിക സമ്മർദ്ദം, ജീവിതശൈലി രോഗങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാൻ യോഗ എത്രത്തോളം സഹായകരമാവുന്നു? യോഗ ഒരുപാട് സഹായകരമാണ്. എങ്കിൽ പോലും പലരും അത് ചെയ്യാൻ മടിക്കുന്നുണ്ട്. എന്നാലും ഈ പ്രഗ്നൻസി പീരീഡ് ടൈമിൽ നമുക്ക് വാക്കിങ് ചെയ്യുന്നില്ലേ, ഇപ്പോൾ അതിൽ ഫസ്റ്റ് വീക്കിൽ നമ്മളൊരു 5 മിനിറ്റ്സ് നടക്കുകയാണെങ്കിൽ വീക്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് കൂട്ടി പിന്നെ 5 മിനിറ്റ്സ് ആണെങ്കിൽ അടുത്ത വീക്കിൽ അത് 10 മിനിറ്റ്സ്, അങ്ങനെ 9ാം മാസം ആകുമ്പോഴേക്ക് ഒരു 1 അവർ പ്രഗ്നൻസി ആൾക്കാർ നടക്കാനുള്ളൊരു എക്സസൈസ് വേണം. അതിനോടൊപ്പം തന്നെ യോഗയും അവർ അതിൻ്റെ കൂടെ ചെയ്താൽ വളരെയധികം നല്ലതാണ്. എന്ന് വെച്ചാൽ പ്രഗ്നൻസി ടൈമിൽ ചെയ്യാൻ ഏറ്റവും നല്ല ആസനങ്ങളാണ് ഭുജംഗാസന, കോബ്ര പോസ്. പിന്നെ അതൊക്കെ ഫസ്റ്റ് മന്തിലാണ് നല്ലത്. ഇപ്പോൾ 3 മന്ത് റെസ്റ്റ് പറഞ്ഞ ആൾക്കാർക്ക് ഇതൊന്നും ചെയ്യേണ്ടതില്ല. അവർ ശരിക്കും റെസ്റ്റ് തന്നെയാണ് വേണ്ടത്. അല്ലാത്തവരാണ് എക്സസൈസ് വേണ്ട ആൾക്കാർ, അത് ഡോക്ടേഴ്സ് പറയുമല്ലോ. അപ്പോൾ അതിനോടൊപ്പം ഭുജംഗാസന, അങ്ങനെ കുറേ ആസനങ്ങളുണ്ട്. ബട്ടർഫ്ലൈ പോസ്, കോബ്ര പോസ്, പർവ്വതാസന, സേതുബന്ധാസന, അങ്ങനെ കുറേ ആസനങ്ങളുണ്ട്. അപ്പോൾ ആ ആസനങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക്
ഡെലിവറി ടൈമിൽ നല്ല ഗുണം കിട്ടും, നല്ല നോർമൽ ഡെലിവറിയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല പ്രാണായാമം അത് എപ്പോഴും നല്ലതാണ്, ബ്രീത്തിങ് എക്സസൈസ്. കാരണം ടെൻഷൻസ് കൂടുതലുള്ളൊരു ടൈമാണല്ലോ ഈ പ്രഗ്നൻസി പീരീഡ്. അപ്പോൾ നല്ലോണം റിലാക്സ് ആവാൻ പ്രാണായാമം എപ്പോഴും ചെയ്യണം, ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ നോർമൽ ചെയ്യണ പോലെ, പക്ഷെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് മുകളിലോട്ട് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് അതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഡെയിലി രാവിലെ എണീറ്റ് അത് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ നല്ലോണം കുറയാൻ ഇത് സഹായിക്കും. ജീവിതശൈലി രോഗങ്ങളെന്ന് വെച്ചാൽ നമ്മൾ പ്രഷർ, ഷുഗർ തുടങ്ങിയ രോഗങ്ങൾ അല്ലേ, അതിന് ഒരുപാട് സഹായമുണ്ട് യോഗയ്ക്ക്. അതിന് പറ്റിയ ആസനങ്ങളെന്ന് വെച്ചാൽ വക്രാസന, നമ്മൾ ട്വിസ്റ്റ് ചെയ്യണ പോസാണ് വക്രാസന എന്ന് വെച്ചാൽ. പിന്നെ ധനുരാസന, നമ്മൾ ഈ അമ്പ് പോലെ ചെയ്യുന്ന ഒരു ആസനമാണ് ധനുരാസന എന്ന് വെച്ചാൽ. പിന്നെ വൃക്ഷാസന, അത് കോൺസെൻട്രേഷനും കൂടെ നല്ലൊരു ആസനമാണ് വൃക്ഷാസന. പിന്നെ നമ്മളെ ബോഡി ഫ്ലെക്സിബിൾ ആവാനും അങ്ങനെ അത് നല്ലൊരു സഹായമാണ്. പിന്നെ ശവാസന, റിലാക്സിങ് പോസ്റ്റാണ് ഈ ശവാസന എന്ന് വെച്ചാൽ. അത് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു ആസനമാണ് ഡയബറ്റിക് പേഷ്യൻറ്റിനും അങ്ങനെ ഉള്ള പേഷ്യൻസിനൊക്കെ, പ്രഷർ അവർക്കൊക്കെയും ഈ ഒരു ആസനങ്ങൾ ചെയ്യുന്നത് വളരെ അധികം ഗുണകരമാണ്. ശവാസന എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് ബോഡി റിലാക്സ് ചെയ്യണതാണ്. നമ്മൾ കൈയും കാലും മൊത്തത്തിൽ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഫുള്ള് നമ്മളിങ്ങനെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ഓരോ പാർട്സ് നമ്മളിങ്ങനെ റിലാക്സ് ആക്കി വിടുന്ന ഒരു ആസനമാണ് ശവാസന എന്ന് പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന യോഗാഭ്യാസങ്ങളെക്കുറിച്ച് വിശദീകരിക്കാമോ? ഡെയിലി ചെയ്യാൻ നമുക്ക് ഏറ്റവും ഗുണകരമായ ആസന അല്ലെങ്കിൽ എളുപ്പമുള്ള ആസന, ഇമ്പോർട്ടൻ്റ് ആസനയാണ് പ്രാണായാമം. പിന്നെ നമ്മൾ സൂര്യ നമസ്കാരം, അത് എടുത്തു പറയേണ്ട ഒരു ആസനമാണ്. എന്ന് വെച്ചാൽ 12 ആസനങ്ങൾ കൂടിയതാണ് ഈ സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. യോഗയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. അതിൽ 12 സ്റ്റെപ്സ് ഉണ്ട്. അത് തന്നെ ഡെയിലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല അസുഖങ്ങളെയും കൺട്രോൾ ചെയ്ത് നിർത്താനും ഇല്ലാണ്ടാക്കാനും പോലും സാധിക്കും. അത്രയും പവറുള്ള ആസനമാണ് സൂര്യ നമസ്കാരത്തിൽ വരുന്നത്. ഈ വെരിക്കോസ് ഉള്ള ആൾക്കാർക്ക് നല്ല ആസനമാണ് വജ്രാസന എന്ന് പറയുന്നത്. വജ്രാസന മീൻസ് നമ്മൾ കാലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കണ ടൈപ്പ് ആസനമാണ് വജ്രാസന. കൈ മുട്ടിൽ വെച്ചിട്ട് അങ്ങനെ ഇരിക്കണ അതാണ് വജ്രാസന. പിന്നെ ശശങ്കാസന, നമ്മൾ കുട്ടികൾ വയറ്റിൽ കിടക്കണ ഒരു ടൈപ്പ് ഒരു ആസനയാണ്. നമ്മൾ ഹെഡ് തറയിൽ ഇങ്ങനെ വെക്കണ ഒരു ടൈപ്പ് ആസനയാണ് ശശങ്കാസന എന്ന് പറയുന്നത്. പിന്നെ സർവങ്കാസന, ആ ആസനയും വെരിക്കോസ് പെയിന് നല്ലതാണ്. പിന്നെ ഹെഡേക്ക് ഉള്ള ആൾക്കാർക്ക് അർദ്ധ ശീർഷാസന. ശീർഷാസന അറിയാമല്ലോ, തല കുത്തി നിൽക്കണ ആസനമാണ് ശീർഷാസന. അത് പകുതിയായിട്ട് നമ്മൾ ഏതെങ്കിലും മതിലിൻ്റെ സപ്പോർട്ടോടുകൂടി കിടക്കണ അതാണ് അർദ്ധ ശീർഷാസന എന്ന് പറയുന്നത്. പിന്നെ ഉത്രാസന, ഉത്രാസന മീൻസ് ക്യാമൽ പോസ്റ്റ് എന്ന് പറയും. ഉത്ര എന്ന് പറയുന്നത് ഇത് ക്യാമൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളിങ്ങനെ ബാക്കിൽ സ്ട്രെച്ച് ചെയ്തിട്ട് കാലിൽ ടച്ച് ചെയ്യണം, അത് ആ ഒരു ടൈപ്പ് ആസനയാണ് ഉത്രാസന എന്ന് പറയുന്നത്. പിന്നെ PCOD ഉള്ള ആൾക്കാർക്കും ശശങ്കാസന ചൈൽഡ് പോസാണ്. PCOD, ശശങ്കാസന, പിന്നെ ബട്ടർഫ്ലൈ പോസ്. ബട്ടർഫ്ലൈ പോസ് എന്ന് വെച്ചാൽ നമ്മൾ കാല് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ചമ്മടമടഞ്ഞിരിക്കണമല്ലോ, ആ ഒരു ടൈപ്പിൽ ഇരുന്നിട്ട് നമ്മൾ കാലിങ്ങനെ വിങ്സ് പോലെ ഇങ്ങനെ ചെയ്യണ ആസനമാണ് ബട്ടർഫ്ലൈ പോസ് ചെയ്യണത്. പിന്നെ കോബ്ര പോസ്, പർവ്വതാസന, സേതുബന്ധാസന, ധനുരാസന, അങ്ങനെ കുറേ ആസനങ്ങൾ PCODക്ക് തന്നെ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ PCOD ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ നല്ലോണം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് ഇതിൽ ടഫുള്ള ആസനങ്ങളുണ്ട്. ഇപ്പോൾ സേതുബന്ധാസന, ധനുരാസന ഒക്കെ നമുക്ക് എല്ലാവർക്കും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് കുറച്ച് ടഫുള്ള ആസനങ്ങളാണ്. പ്രാണായാമം, പിന്നെ ഭുജംഗാസന, വൃക്ഷാസന, അങ്ങനെ കുറേ. വൃക്ഷാസന മീൻസ് അതും കുറച്ച് എല്ലാവർക്കും പറ്റത്തില്ല, എന്നാലും അത് കുറേ ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു ആസനയാണ്. അതും ഈ ആസനങ്ങൾ പല തരത്തിലും ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡിങ് പോസ്റ്ററുണ്ട്, സിറ്റിംഗ് പോസ്റ്ററുണ്ട്, കോൺ പോസ്റ്ററുണ്ട്, സുപ്പൈൻ പോസ്റ്ററുണ്ട്. അപ്പം ഈ സ്റ്റാൻഡിങ് പോസ്റ്ററിൽ വരുന്നത് ആണ് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യണത്, എന്ന് വെച്ചാൽ സമസ്ഥിതി എന്നാണ് അതിനെ പറയണത്. അപ്പോൾ സ്റ്റാൻഡിങ് പോസിൽ നമ്മൾ സമസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് യോഗ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ സ്റ്റാൻഡിങ് പോസിൽ എളുപ്പമുള്ള ആസനങ്ങളാണ് താടാസന, പാദഹസ്താസന. നമ്മൾ കൈ കാലിൽ ഇങ്ങനെ കൊണ്ട് എത്തിക്കണ ഒരു ടൈപ്പ് ആസനമാണ് പാദഹസ്താസന. അതൊക്കെ പിന്നെ ത്രികോണാസന, അത് നമ്മൾ സൈഡ് ബൈ സൈഡ് ചെയ്യണ ആസനമാണ്. ഇതൊക്കെ സ്റ്റാൻഡിങ് പോസ്റ്ററിൽ വരുന്ന ആസനയാണ്. ഇപ്പോൾ സിറ്റിംഗ് പോസ്റ്ററിൽ വരുമ്പോൾ വരുന്ന ആസനയാണ് വജ്രാസന, അദ്രൗസ്ത്രാസന, ശശങ്കാസന എന്നിവ. ഇനി അടുത്ത് വരുന്നത് പ്രോൺ പോസ്റ്ററിലാണ്. പ്രോൺ പോസ്റ്റർ എന്ന് വെച്ചാൽ നമ്മൾ കമിഴ്ന്ന് കിടന്നുകൊണ്ട് ചെയ്യണ ആസനങ്ങളാണ്. അതിൽ ഏറ്റവും എളുപ്പം ചെയ്യാവുന്നതാണ് ഭുജംഗാസന. ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ആസനമാണ്. ബാക്ക് പെയിനൊക്കെ നല്ലൊരു ആസനയാണ് ഭുജംഗാസന.
പിന്നെ വരുന്നത് ശലഭാസന എന്ന് വെച്ചാൽ ലോട്ടസ് പോസ്റ്റർ എന്ന് പറയും. നമ്മൾ കാല് രണ്ടും ബാക്കിൽ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഒരു 30 ഡിഗ്രി ലെവലിൽ പൊക്കി ചെയ്യണ ഒരു ആസനമാണ്. കൈയൊക്കെ രണ്ടും ബാക്കിലിട്ടിട്ട് അങ്ങനെ ചെയ്യണ ഒരു ആസനമാണ് ശലഭാസന എന്ന് പറയുന്നത്. പിന്നെ മകരാസന എന്ന് വെച്ചാൽ നമ്മൾ ക്രൊക്കഡൈൽ പോസ് എന്ന് പറയും. കമിന്ന് കിടന്ന് നമ്മൾ കയ്യിൽ കിടന്നിട്ട് കാലൊക്കെ ഫ്രീ ആയിട്ട് വിടണം, അത് മകരാസന എന്ന് പറയും. ഇതൊക്കെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റണ ആസനങ്ങളാണ്, കാരണം അത്രയും സിമ്പിൾ ആസനങ്ങളാണ് ഇപ്പം പറഞ്ഞത്. പിന്നെ വരുന്നത് സുപ്പൈൻ പോസ്റ്റർ, മീൻസ് ഇപ്പം നമ്മൾ കഴിഞ്ഞത് കമിന്ന് കിടന്നല്ലേ, പിന്നെ ഇനി നികന്ന് കിടന്ന് ചെയ്യണതാണ് സുപ്പൈൻ പോസ്റ്ററുള്ള ആസന. അതിൽ ബ്രിഡ്ജ് പോസ്, അതൊക്കെയാണ് കുറച്ച് ടഫുള്ള ആസനങ്ങൾ. കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഒരു 30-35 വയസ്സ് കഴിയുമ്പോഴേക്കും അത് ചെയ്യാൻ പറ്റും. പക്ഷെ അവരെന്താ അതൊരു പറ്റുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു ആസനങ്ങളാണിത്. അതിൽ വരുന്നതാണ് സേതുബന്ധാസന എന്ന് വെച്ചാൽ ഒരു ബ്രിഡ്ജ് പോസ്. നമ്മൾ കിടക്കുമ്പോൾ ഒരു ബ്രിഡ്ജ് രീതിയിലാണ് മുട്ടിങ്ങനെ വെച്ചിട്ട് കാലിങ്ങനെ മടക്കി വെച്ചിട്ട് ചെയ്യണ ആസനമാണ് അത്. പിന്നെ അത് കഴിഞ്ഞാൽ പവനമുക്താസന എന്ന് പറയും. പവനമുക്താസന എന്ന് പറഞ്ഞാൽ നമ്മൾ കാല് മുട്ട് മടക്കിയിട്ട് നമ്മൾ തല ഈ മുട്ടിലിങ്ങനെ ടച്ച് ചെയ്യണ ഒരു ആസനയാണ്. മെൻസ്ട്രൽ ഡിസോർഡർ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു ആസനയാണ് പവനമുക്താസന. അത് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് അവർക്ക് ഇല്ലാണ്ടാവും. പീരീഡ്സിന്റെ ടൈമിലുള്ള വയറുവേദന, അതിനൊക്കെ ഈ പവനമുക്താസന സർവംഗാസന ഒക്കെ ചെയ്യണത് വളരെ ഉപയോഗപ്രദമാണ്. സുപ്പൈൻ പോസ്റ്ററിൽ ഏറ്റവും അവസാനം വരുന്നതാണ് നമ്മൾ ശവാസന എന്ന് പറയുന്നത്. ഫുൾ ബോഡി റിലാക്സ് ആവണ ആസനമാണ്. പിന്നെ പ്രാണായാമമാണ്. പിന്നെ ഫുള്ള് വരുന്ന കുറേ ടൈപ്സ് പ്രാണായാമം ഉണ്ടെങ്കിലും നമ്മൾ കൂടുതലും നാഡിശുദ്ധി പ്രാണായാമമാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത്. സ്ത്രീകളുടെ ശാരീരിക മാനസിക ആരോഗ്യ സംരക്ഷണത്തിൽ യോഗ ചികിത്സയ്ക്കുള്ള പങ്ക് എത്രത്തോളമാണ്? യോഗ ചെയ്യാൻ വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം അവർ അവിടെ ഫാറ്റ് കുറയ്ക്കണം. അപ്പോൾ ഫാറ്റ് കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ കുറേ ആസനങ്ങളാണ്. ത്രികോണാസനമൊക്കെ നമ്മൾ സൈഡ് ഫാറ്റാണ് ഫസ്റ്റ് നമ്മൾ കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ത്രികോണാസന ചെയ്യണം. പിന്നെ അതിനോടൊപ്പം തന്നെ പാദഹസ്താസന. അപ്പം നമുക്ക് നമ്മളെ സൈഡിലെ ഫാക്റ്റും പോകും, വയറ് കുറയാനും ഈ 2 ആസനങ്ങളും സഹായിക്കും. പിന്നെ ടെൻഷൻസ് കുറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ പ്രാണായാമം തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ ക്രൊക്കഡൈൽ പോസ് എന്ന് പറഞ്ഞില്ലേ മകരാസന, അതും നമ്മൾ ടെൻഷൻസ് റിലാക്സ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. പിന്നെ ശവാസന, ഇതൊക്കെ നമ്മൾ കിടന്ന് ചെയ്യുമ്പോൾ അത് നമ്മൾ ബ്രീത്തിങ് ഇൻഹെയിൽ എക്സ്ഹെയിൽ, അത് നല്ലോണം അങ്ങനെ നമ്മൾ തണുത്ത ശ്വാസം ഉള്ളിലോട്ട് വലിക്കുക, ചൂടുള്ള ശ്വാസം പുറത്തോട്ട് വിടുക. അത് കുറേ സമയം കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം റിലാക്സ് ആവാൻ ഇത് സഹായിക്കും. ഒരു യോഗ ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ സമൂഹത്തിലെ സ്ത്രീകളോടും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോടും എന്താണ് മാഡത്തിന് പറയാനുള്ളത്? ഇപ്പം യോഗ ശരിക്കും പറഞ്ഞാൽ വളരെ ആരോഗ്യപ്രദമായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ യോഗ ചെയ്യാൻ കൂടുതലും കാരണം ആസ്മ പേഷ്യൻ്റ് ആയിരുന്നു ഞാൻ. പ്രാണായാമം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ അതിൽ കണ്ടു. അപ്പോൾ ഞാൻ എന്നും ഈ ആസ്മ പേഷ്യൻസിനോടൊക്കെ പറയാറ്, ബ്രീത്തിങ് എക്സസൈസ് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾ ആസ്മ ഏറെക്കുറെ മാറുക തന്നെ ചെയ്യും. യോഗ ഇത് വലിയ ടഫുള്ളൊരു കോഴ്സൊന്നും അല്ല, നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാനുള്ള അതേ ഉള്ളൂ. നമുക്ക് യോഗ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പോലെ പഠിക്കണ അതിനെക്കാട്ടി എനിക്ക് തോന്നുന്നുണ്ട് എളുപ്പമുള്ളൊരു കോഴ്സാണ് യോഗ. എറണാകുളം, കാലിക്കറ്റ്, എനിക്കൊന്ന് പല സ്ഥലങ്ങളിലും യോഗ കോഴ്സ് നിലവിലുണ്ട്. എന്നാലും നമ്മൾ അന്വേഷിച്ച് അംഗീകാരമുള്ള സ്ഥലത്ത് മാത്രം പോയി പഠിക്കുക. അപ്പം എല്ലാവർക്കും യോഗ പഠിക്കാം. കാരണം ഇനി വരുന്ന തലമുറകൾ എന്ന് വെച്ചാൽ സ്കൂളിലാണെങ്കിലും അങ്ങനെ യോഗ അത് പ്രോപ്പറായിട്ട് ഒരു ടീച്ചറിനെ കൊണ്ടുവരുന്ന ഒരു നിലയിലേക്ക് നമ്മൾ എഡ്യൂക്കേഷൻ എത്തുന്നതായിരിക്കും. ഇപ്പം തന്നെ നമുക്ക് യോഗ ഡേ ലക്ഷദ്വീപിൽ ഭയങ്കര ഒരു ഗ്രാൻഡ് പ്രോഗ്രാമായിട്ടാണ് നടക്കുന്നത്. ഇനി അതേപോലെ സ്കൂളിലും ഓരോ ക്ലാസ്സിലും സബ്ജക്റ്റ് പോലെ യോഗ എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് തന്നെ വരും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് അതിനോടൊപ്പം ഡിഗ്രിയും കൂടെ കംപ്ലീറ്റ് ആക്കുക. കാരണം ഇനി +2 മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ +2 ആണ്. അപ്പോൾ ഡിഗ്രിയും കൂടെ കംപ്ലീറ്റ് ആക്കിയാൽ നല്ലൊരു പ്രിഫറൻസ് ആണ് ഇതിന്. താല്പര്യമുള്ള ആൾക്കാർ യോഗ എന്തായാലും സജസ്റ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് വിലയേറിയ വിവരങ്ങൾ പങ്കുവച്ചതിന് മാഡത്തിന് ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഈ അറിവുകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ഇങ്ങനെ ഒരു അവസരം തന്ന ആകാശവാണി കവർത്തിയോട് വളരെയധികം നന്ദി അറിയിക്കുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൺഫൂരിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ചെത്ലാത്ത് ആയുഷ് ഹോസ്പിറ്റലിൽ യോഗ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്തു വരുന്ന ചെത്ലാത്ത് ദ്വീപ് സ്വദേശിനി നുജുമ സുഹറ. ഈ പരിപാടി തയ്യാറാക്കിയത് ബിബി സമിയ, സലാഹിയ മൻസിൽ. ഏവർക്കും നന്ദി, നമസ്കാരം.